നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ചില പോസ്റ്റുകൾ മാത്രം നിങ്ങളുടെ മുന്നിൽ എത്തുന്നതെന്ന്? നിങ്ങളുടെ സുഹൃത്ത് കാണുന്ന വാർത്തയല്ല നിങ്ങൾ കാണുന്നത്. ശരിയാണ്. അല്ലെങ്കിൽ ഇന്നലെ നിങ്ങൾ ഗൂഗിളിൽ തെരഞ്ഞൊരു ഷൂസിന്റെ പരസ്യം അതിന്ന് എങ്ങനെ നിങ്ങളെ ഇൻസ്റ്റഗ്രാം ഫീഡിൽ വന്നു? ഇതിനെല്ലാം പിന്നിൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: അൽഗോരിതങ്ങൾ. അപ്പോ നിങ്ങൾ പങ്കുവച്ച ഈ വിഷയത്തിലേക്ക് നമുക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്നിറങ്ങി നോക്കാം. തീർച്ചയായും. സോഷ്യൽ മീഡിയ എങ്ങനെയാണ് സത്യത്തിനും യാഥാർത്ഥ്യത്തിനും ഇടയിലൊരു അദൃശ്യ മതിൽ പണിയുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. അതൊരു മികച്ച പ്രയോഗമാണ്, അദൃശ്യമതിൽ. അല്ലേ? അതെ. കാരണം ഇതിലെ പ്രധാന ആശയം നമ്മൾ എന്ത് കാണുന്നു എന്നതിനേക്കാൾ നമ്മളിൽ നിന്ന് എന്തെല്ലാം മറച്ചുവെക്കപ്പെടുന്നു എന്നതാണ്. ഈ മതിൽ ചില കാര്യങ്ങൾ നമ്മളിലേക്ക് ഭയങ്കര വേഗത്തിലെത്തിക്കും, പക്ഷെ മറ്റു പലതിനെയും അത് പൂർണ്ണമായി തടഞ്ഞു നിർത്തും. ശരി. നമ്മുടെ ചിന്തകളെയും തീരുമാനങ്ങളെയും, എന്തിന് നമ്മുടെ വികാരങ്ങളെപ്പോലും ഈ അൽഗോരിതങ്ങൾ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് അത്യാവശ്യമാണ്. ശരിയാണ്. അപ്പോൾ നമുക്ക് അതിന്റെ ഒരു ബേസിക്സിൽ നിന്ന് തന്നെ തുടങ്ങാം. ആവാം. ഈ അൽഗോരിതങ്ങളുടെ പ്രധാന ലക്ഷ്യം സത്യം കണ്ടെത്തുകയോ പ്രചരിപ്പിക്കുകയോ ഒന്നുമല്ല. അല്ല. മറിച്ച് നമ്മളെ കൂടുതൽ നേരം ആ പ്ലാറ്റ്ഫോമിൽ പിടിച്ചിരുത്തുക. ഇതിനെ യൂസർ എൻഗേജ്മെന്റ് എന്ന് പറയും, അല്ലേ? അതെ, കറക്റ്റ്. നമ്മൾ എത്ര നേരം ഒരു ആപ്പിൽ സമയം ചെലവഴിക്കുന്നുവോ അത്രയും പരസ്യങ്ങൾ കാണിച്ച് അവർക്ക് പണമുണ്ടാക്കാം. അതെ, അവിടെയാണ് ഈ കളിയുടെ രഹസ്യം. അതാണല്ലോ അവരുടെ ബിസിനസ് മോഡൽ. യൂസർ എൻഗേജ്മെന്റ് കൂട്ടാൻ ഏറ്റവും എളുപ്പമുള്ള വഴി അത് മനുഷ്യന്റെ അടിസ്ഥാനപരമായ വികാരങ്ങളെ ഉത്തേജിപ്പിക്കുക എന്നതാണ്. വികാരങ്ങളെയോ? അതെ. ഒരു ശാന്തവും ഗൗരവമേറിയതുമായ ചർച്ചയേക്കാൾ നമ്മുടെ ദേഷ്യം, ഭയം, സന്തോഷം അല്ലെങ്കിൽ അത്ഭുതം ജനിപ്പിക്കുന്ന ഉള്ളടക്കങ്ങളോട് നമ്മൾ പെട്ടെന്ന് പ്രതികരിക്കും. അത് ശരിയാണ്. അതുകൊണ്ടാ ശാസ്ത്രീയമായ ഒരു ലേഖനത്തെക്കാൾ വേഗത്തിൽ വിദ്വേഷമോ ഭയമോ അതിശയോക്തിയോ കലർന്നൊരു പോസ്റ്റിന് ലക്ഷക്കണക്കിന് ഷെയറുകൾ കിട്ടുന്നത്. ശരി. അൽഗോരിതങ്ങൾ ഇത്തരം സെൻസേഷണൽ ഉള്ളടക്കത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. ഇതിനെ വേണമെങ്കിൽ ഒരു വൈകാരികതയുടെ വിപണനം എന്ന് തന്നെ പറയാം. പക്ഷേ ഈ പറയുന്നതിലൊരു പ്രശ്നമില്ലേ? സന്തോഷം, അത്ഭുതം പോലുള്ള നല്ല വികാരങ്ങൾ ഉണർത്തുന്ന പോസ്റ്റുകളും അൽഗോരിതം പ്രൊമോട്ട് ചെയ്യുമല്ലോ. തീർച്ചയായും. ഒരു പട്ടിക്കുട്ടിയുടെയോ പൂച്ചക്കുട്ടിയുടെയോ വീഡിയോ കാണുമ്പോൾ നമുക്ക് സന്തോഷം തോന്നാറുണ്ട്, അതും വൈറലാകാറുണ്ടല്ലോ. ഉണ്ട്. അപ്പോൾ എപ്പോഴും ദേഷ്യവും ഭയവും മാത്രമല്ലല്ലോ പ്രചരിക്കുന്നത്. വളരെ നല്ലൊരു ചോദ്യമാണ്. പോസിറ്റീവ് വികാരങ്ങളും പ്രചരിക്കും, സംശയമില്ല. പക്ഷെ ഇവിടെ പ്രധാനം വികാരത്തിന്റെ തീവ്രതയാണ്. തീവ്രത. ഒരു ശാന്തമായ സന്തോഷത്തേക്കാൾ നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കുന്നതോ അല്ലെങ്കിൽ കരയിപ്പിക്കുന്നതോ ആയ ഉള്ളടക്കത്തിനാണ് മുൻഗണന. ഓക്കേ. എന്നാൽ പല പഠനങ്ങളും കാണിക്കുന്നത് ദേഷ്യം, വെറുപ്പ് തുടങ്ങിയ നെഗറ്റീവ് വികാരങ്ങൾക്ക് കൂടുതൽ എൻഗേജ്മെന്റ് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ്. അതെന്താ അങ്ങനെ? കാരണം ദേഷ്യം നമ്മളെ പ്രതികരിക്കാൻ പ്രേരിപ്പിക്കും. ഒരു കമന്റ് ഇടാനോ ഷെയർ ചെയ്യാനോ നമ്മൾ കൂടുതൽ താൽപ്പര്യം കാണിക്കും. ശരിയാണ്. ഒരു സന്തോഷമുള്ള വീഡിയോ കണ്ട് നമ്മൾ ചിലപ്പോ ചിരിച്ചേക്കാം, പക്ഷെ ദേഷ്യം വരുന്ന ഒന്നു കണ്ടാൽ നമ്മൾ അതിൽ ഇടപെടാൻ ശ്രമിക്കും. ഈ ഇടപെടലാണ് ആൽഗോരിതത്തിന് വേണ്ടത്. അപ്പോൾ നമ്മൾ അറിയാതൊരു കെണിയിൽപ്പെടുകയാണ്. അതെ. നമ്മൾ ദേഷ്യപ്പെടുന്നൊരു പോസ്റ്റ് കാണുമ്പോൾ അതിൽ കമന്റ് ചെയ്യാനും അത് മറ്റുള്ളവരുമായി പങ്കുവെക്കാനും നമ്മൾ പ്രേരിപ്പിക്കപ്പെടുന്നു. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ അഭിപ്രായം പറഞ്ഞ് ഒരു സാമൂഹിക ഉത്തരവാദിത്തം ചെയ്യുകയാണെന്നാണ്. പക്ഷെ ശരിക്കും നമ്മൾ ആ പ്ലാറ്റ്ഫോമിന്റെ എൻഗേജ്മെന്റ് കൂട്ടുകയാണ്. കറക്റ്റ്. അതുവഴി അത്തരം ഉള്ളടക്കങ്ങൾ കൂടുതൽ പേരിലേക്ക് എത്താൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മളെ ആ ഫിൽട്ടർ ബബിൾ എന്ന ആശയത്തിലേക്ക് എത്തിക്കുന്നു. വളരെ ശരിയാണ്. ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, ഫിൽട്ടർ ബബിൾ. നമുക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ മാത്രം തുടർച്ചയായി കാണിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ലോകം മുഴുവൻ അങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന്. ശരിയാണ്. ഈ ഫിൽട്ടർ ബബിളിന്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു പഠനമുണ്ട്. ഒരേ രാഷ്ട്രീയ വിഷയത്തിൽ ലിബറൽ ചിന്താഗതിയുള്ളവർക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടുന്ന സെർച്ച് റിസൾട്ടുകളിൽ ഒരു 60% അവർക്ക് പരിചിതമായ വാർത്താ സൈറ്റുകളിൽ നിന്നായിരുന്നു. യാഥാസ്ഥിതികർക്കോ? അവർക്കും ഇതുപോലെ തന്നെ. അതായത് ഗൂഗിൾ പോലും നമുക്ക് ഏറ്റവും ശരിയായ ഉത്തരം നൽകുകയല്ല, മറിച്ച് നമ്മുടെ നിലവിലുള്ള വിശ്വാസങ്ങളെ പ്രതിധ്വനിപ്പിക്കുകയാണ്. ഈ ഫിൽട്ടർ ബബിളിനെ കുറിച്ച് കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ ഒരു സുഹൃത്തിനെ ഓർമ്മ വരുന്നു. അവൻ സ്ഥിരമായി ഫുട്ബോൾ വീഡിയോകൾ കാണുന്ന ആളാണ്. അവന്റെ യൂട്യൂബ് ഫീഡ് തുറന്നാൽ മുഴുവൻ ഫുട്ബോളാണ്. ഈയിടെ രാജ്യത്ത് നടന്ന ഒരു പ്രധാന രാഷ്ട്രീയ സംഭവത്തെക്കുറിച്ച് അവനൊന്നും അറിഞ്ഞിരുന്നില്ല. കാരണം അവന്റെ ലോകത്തേക്ക് ആ വാർത്ത എത്തിയിട്ടേയില്ല.
ഇതൊരു നിരുപദ്രവകരമായ ഉദാഹരണമാണ്, പക്ഷേ ഗൗരവമേറിയ വിഷയങ്ങളിലും ഇത് സംഭവിക്കുമ്പോൾ കാര്യങ്ങൾ അപകടകരമാകും. അതെ, നമുക്ക് ചുറ്റും ഒരു അദൃശ്യമായ കുമിള രൂപപ്പെടുകയാണ്. ആ കുമിളക്കുള്ളിലിരുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് യഥാർത്ഥ ലോകത്തെയല്ല, അല്ല, അൽഗോരിതം നമുക്കായി ഒരുക്കിയൊരു ലോകത്തെയാണ്. ഓരോരുത്തരും അവരവരുടെ യാഥാർത്ഥ്യത്തിൽ ജീവിക്കുമ്പോൾ സമൂഹത്തിൽ ഒരു ധ്രുവീകരണമുണ്ടാകുന്നു. ശരിയാണ്. ഒരേ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള ആളുകൾക്ക് പരസ്പരം സംസാരിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യം ഇത് സൃഷ്ടിക്കുന്നു. കാരണം എന്റെ സത്യമല്ല നിങ്ങളുടെ സത്യം, നിങ്ങളുടെ സത്യമല്ല മറ്റൊരാളുടെ സത്യം എന്ന അവസ്ഥ വരുന്നു. ഇതിനെ ചിലർ മുതലെടുക്കുമല്ലോ. തീർച്ചയായും. ഈ ധ്രുവീകരണത്തെ മുതലെടുക്കാനും അതിന് ആക്കം കൂട്ടാനും ചിലർ കൃത്രിമമായ മാർഗങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ അപകടകരമാകുന്നത്. അവിടെയാണോ ഈ ബോട്ട് നെറ്റ്വർക്കുകൾ വരുന്നത്? അതെ. അപ്പോൾ ഈ എൻഗേജ്മെന്റ് കൂട്ടാൻ സ്വാഭാവികമായ വഴികൾ മാത്രമല്ല ഉള്ളത്, സിസ്റ്റത്തെ കൃത്രിമമായി സ്വാധീനിക്കാനും കഴിയും. എങ്ങനെയാണ് ഈ ബോട്ട് നെറ്റ്വർക്കുകൾ പ്രവർത്തിക്കുന്നത്? അവിടെയാണ് അൽഗോരിതത്തിന്റെ ഒരു പരിമിതി. യഥാർത്ഥ ജനപിന്തുണയും വ്യാജമായി നിർമ്മിച്ച ജനപിന്തുണയും തമ്മിൽ വേർതിരിച്ചറിയാൻ അതിന് പറ്റില്ല. ഓ. ബോട്ട് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരാൾക്ക് ഒറ്റയ്ക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ആയിരക്കണക്കിന് വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളാണ്. ആയിരക്കണക്കിനോ? അതെ. ഇവരൊരു പ്രത്യേക ഹാഷ്ടാഗോ വാർത്തയോ ഒരേ സമയം പ്രചരിപ്പിക്കാൻ തുടങ്ങുമ്പോൾ അൽഗോരിതം തെറ്റിദ്ധരിക്കും. എന്ത് തെറ്റിദ്ധരിക്കുമെന്ന്? ഇത്രയധികം ആളുകൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരിക്കണം എന്ന് അൽഗോരിതം കരുതും. എന്നിട്ട് അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ തുടങ്ങും. അതെ. അതായത് ഒരു നുണ 1000 തവണ ആവർത്തിച്ചാൽ സത്യമാകും എന്ന പഴയ തന്ത്രത്തിന്റെ പുതിയ ഡിജിറ്റൽ രൂപം. കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ. യഥാർത്ഥത്തിൽ സമൂഹത്തിൽ ഒരു ചലനവും ഉണ്ടാക്കാത്തൊരു വിഷയത്തെ ഒരുപാട് പേർ ചർച്ച ചെയ്യുന്നു എന്ന് നമ്മളെ വിശ്വസിപ്പിക്കുന്നു. അതെ. ഇതിന് മറ്റൊരു വശമാണ് അജണ്ട സെറ്റിംഗ്. അതെന്താണ്? സമൂഹത്തെ ദോഷകരമായി ബാധിക്കുന്ന ഒരു നിയമം പാസാക്കുകയാണെന്ന് കരുതുക. സ്വാഭാവികമായും അതിനെതിരെ ജനരോഷമുയരും. ഈ സാഹചര്യത്തിൽ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനായി ഒരു അപ്രധാനമായ വിവാദം ഈ ബോട്ട് നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് ബോധപൂർവം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു. ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു സിനിമാ താരത്തിന്റെ പഴയ പ്രസ്താവനയോ അല്ലെങ്കിൽ ഒരു ചെറിയ പ്രാദേശിക പ്രശ്നമോ പെരുപ്പിച്ചു കാണിച്ച ഒരു വലിയ വിവാദമാക്കി മാറ്റുന്നു. അപ്പൊ ആളുകൾ ആ ചർച്ചകളിൽ മുഴുകുമ്പോൾ യഥാർത്ഥ പ്രശ്നങ്ങൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്നു. അതെ, ശരിക്കും ഒരു മാന്ത്രികന്റെ ശ്രദ്ധ തിരിക്കൽ തന്ത്രം പോലെ. അതെ അതെ. ഒരു കൈകൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുമ്പോൾ മറ്റേ കൈകൊണ്ട് അയാൾ തന്ത്രം പ്രയോഗിക്കുന്നു. ഇത് ഡിജിറ്റൽ ലോകത്തെ ശ്രദ്ധ തിരിക്കൽ തന്ത്രമാണ്. സമൂഹത്തിന്റെ വിലയേറിയ സമയവും ശ്രദ്ധയും അനാവശ്യ കാര്യങ്ങളിലേക്ക് വഴിതിരിച്ചുവിടുന്നു. അതുവഴി നടക്കേണ്ടിയിരുന്ന ഗൗരവമേറിയതും ഗുണപരവുമായ ചർച്ചകൾ നടക്കാതെ പോകുന്നു. യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ജനശ്രദ്ധ മാറുമ്പോൾ അധികാരികൾക്ക് അവരുടെ അജണ്ടകൾ എളുപ്പത്തിൽ നടപ്പിലാക്കാം. അതെ. അപ്പോൾ നമ്മുടെ ഈ പൊതു ഇടം, അതായത് സോഷ്യൽ മീഡിയ, വ്യാജ ട്രെൻഡുകളും ഫിൽട്ടർ ബബിളുകളും കൊണ്ട് നിറയുമ്പോൾ ജനാധിപത്യം പോലുള്ള ഒരു പ്രക്രിയയ്ക്ക് എന്തു സംഭവിക്കും? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം പൊതുവായ വിഷയങ്ങളിൽ ഒരുമിച്ച് ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നൊരു ജനതയാണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം. തിരഞ്ഞെടുപ്പുകളിൽ പോലും ഈ അൽഗോരിതങ്ങൾ വലിയ സ്വാധീനം ചെലുത്തുന്നില്ലേ? തീർച്ചയായും. മൈക്രോ ടാർഗറ്റിംഗ് എന്ന വാക്ക് ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്നു. അതെ. മൈക്രോ ടാർഗറ്റിംഗ് ഒരുപക്ഷേ ഇതിലെ ഏറ്റവും അപകടകരമായ പ്രവണതയാണ്. അതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് വിശദീകരിക്കാവോ? നമ്മുടെ ഓൺലൈൻ പ്രവർത്തനങ്ങൾ, നമ്മൾ ലൈക്ക് ചെയ്യുന്ന പേജുകൾ, ഷെയർ ചെയ്യുന്ന പോസ്റ്റുകൾ, ഗൂഗിളിൽ തിരയുന്ന വിഷയങ്ങൾ, ഓൺലൈനായി വാങ്ങുന്ന സാധനങ്ങൾ, നമ്മുടെ എല്ലാ ഡിജിറ്റൽ കാൽപ്പാടുകളും. അതെ. ഇതെല്ലാം വിശകലനം ചെയ്ത് ഓരോ വ്യക്തിയുടെയും രാഷ്ട്രീയ ചായ്വും ഇഷ്ടങ്ങളും ഭയങ്ങളും കൃത്യമായി മനസ്സിലാക്കാൻ ഇന്ന് സാധിക്കും. എന്നിട്ടോ? ഈ വിവരങ്ങൾ ഉപയോഗിച്ച് ഓരോ വ്യക്തിക്കും വേണ്ടി മാത്രമായി തയ്യാറാക്കിയ രാഷ്ട്രീയ പ്രചാരണങ്ങൾ എത്തിക്കുന്ന രീതിയാണത്. അതായത് ഒരേ സ്ഥാനാർത്ഥിയെക്കുറിച്ച് എനിക്ക് ലഭിക്കുന്ന സന്ദേശമായിരിക്കില്ല എന്റെ അയൽവാസിക്ക് ലഭിക്കുന്നത്. കറക്റ്റ്. ഉദാഹരണത്തിന്, പരിസ്ഥിതിയെക്കുറിച്ച് ആശങ്കയുള്ള ഒരാൾക്ക് ഒരു സ്ഥാനാർത്ഥി വലിയ പരിസ്ഥിതി സംരക്ഷകനാണെന്ന തരത്തിലുള്ള പരസ്യങ്ങൾ മാത്രം കാണിക്കുന്നു. അതെ. അതേസമയം നികുതി ഇളവിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാൾക്ക് അതേ സ്ഥാനാർത്ഥി നികുതി കുറയ്ക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്ന പരസ്യങ്ങൾ അയക്കുന്നു. നമ്മളെല്ലാവരും ഒരേ സ്ഥാനാർത്ഥിയെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിലും നമ്മൾ കാണുന്നത് ആ സ്ഥാനാർത്ഥിയുടെ വ്യത്യസ്ത മുഖങ്ങളാണ്. ഇത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാനശിലയായ പൊതുസംവാദത്തെയാണ് ഇല്ലാതാക്കുന്നത്. ശരിയാണ്.
പൊതുവായ ഒരു സംവാദത്തിന് പകരം ഓരോ വ്യക്തിയെയും ഒറ്റപ്പെടുത്തി അവരുടെ വികാരങ്ങളെയും മുൻവിധികളെയും മുതലെടുത്ത് വോട്ട് നേടാനുള്ള ശ്രമമാണിത്. അപ്പോ ഇവിടെ ഒരു വലിയ ചോദ്യം ഉയരുന്നുണ്ട്. എന്താണത്? നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ യഥാർത്ഥത്തിൽ നമ്മുടേതാണോ? അതോ അൽഗോരിതങ്ങൾ നമ്മുടെ തലച്ചോറിൽ സ്ഥാപിച്ച, നമുക്കായി മാത്രം രൂപപ്പെടുത്തിയ ആശയങ്ങളാണോ നമ്മളെ നയിക്കുന്നത്? ഈ ചോദ്യം നമ്മൾ സ്വയം ചോദിക്കേണ്ടതാണ്. നമ്മുടെ സ്വാതന്ത്ര്യമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു മിഥ്യയായി മാറുന്നുണ്ടോ? നിൽക്കുമ്പോൾ വളരെ നിരാശാജനകമായി തോന്നാം. ഈ ഡിജിറ്റൽ ചതിക്കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധാരണക്കാരായ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ചെയ്യാൻ കഴിയും, തീർച്ചയായും. ഇല്ലാന്ന് കരുതിയിരിക്കാൻ സാധിക്കില്ലല്ലോ. വഴികളുണ്ട്. ഒന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം ഡിജിറ്റൽ സാക്ഷരതയാണ്. അതായത് ഇത് വലിയൊരു വാക്കാണെങ്കിലും അർത്ഥം ലളിതമാണ്. നമ്മൾ കാണുന്നതും വായിക്കുന്നതും പൂർണ്ണമായി വിശ്വസിക്കാതിരിക്കുക. ഒരു വാർത്ത പങ്കുവെക്കുന്നതിന് മുൻപ് സ്വയം ചില ചോദ്യങ്ങൾ ചോദിക്കുക. അതെ, ഇത് സത്യമാണോ? ഇതിന്റെ ഉറവിടമേതാണ്? ഇത് ആരെ എന്തിനു പ്രചരിപ്പിക്കുന്നു? പ്രത്യേകിച്ച് നമ്മളെ വൈകാരികമായി പ്രേരിപ്പിക്കുന്ന വാർത്തകൾ കാണുമ്പോൾ ഒരു നിമിഷം നിർത്തി ആലോചിക്കണമല്ലേ? തീർച്ചയായും. കാരണം നമ്മുടെ വികാരങ്ങളെ മുതലെടുക്കുകയാണ് അൽഗോരിതത്തിന്റെ ലക്ഷ്യമെന്ന് നമ്മൾ നേരത്തെ സംസാരിച്ചല്ലോ. ശരിയാണ്. ഒരു വാർത്ത നിങ്ങളെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊരുപക്ഷെ നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒന്നാകാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ ഉറവിടം എങ്ങനെ പരിശോധിക്കാം? ചില എളുപ്പവഴികളുണ്ട്. ഒരു ചിത്രം സംശയാസ്പദമായി തോന്നിയാൽ ഗൂഗിളിൽ ഒരു റിവേഴ്സ് ഇമേജ് സെർച്ച് നടത്തി നോക്കാം. ആ ചിത്രം മുൻപ് എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ ഇത് സഹായിക്കും. ഓക്കേ. അതുപോലെ ഒരു വാർത്ത മറ്റു മുഖ്യധാരാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്നും പരിശോധിക്കാം. ഇത്തരം ചെറിയ ശീലങ്ങൾ വലിയ മാറ്റമുണ്ടാക്കും. അതുപോലെ സോഷ്യൽ മീഡിയ ഫീഡുകളെ മാത്രം ആശ്രയിക്കാതെ പത്രങ്ങൾ, സ്വതന്ത്ര വാർത്താ പോർട്ടലുകൾ എന്നിങ്ങനെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നതും ഒരു മാർഗമാണ്. ഒരു വിഷയത്തെക്കുറിച്ച് പല കോണുകളിൽ നിന്നുള്ള കാഴ്ചപ്പാടുകൾ അറിയാൻ ശ്രമിക്കുന്നത് നമ്മുടെ അറിവിനെ വിശാലമാക്കും. അതോടൊപ്പം നമ്മുടെ താൽപ്പര്യങ്ങൾക്ക് വിപരീതമായ അഭിപ്രായങ്ങളും കേൾക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുന്നതുവഴി നമ്മുടെ ഫിൽട്ടർ ബബിൾ തകർക്കാനും സാധിക്കും. അതെ, അതിനെ അൽഗോരിതത്തെ വെല്ലുവിളിക്കുക എന്ന് പറയാം. അതെ. നമ്മൾ സാധാരണ വായിക്കാത്തൊരു പത്രത്തിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ നമ്മൾ യോജിക്കാത്ത ആശയങ്ങൾ പറയുന്നവരുടെ വീഡിയോകൾ കാണുക. ഇത് നമ്മുടെ ഫീഡിനെ കുറച്ചുകൂടി വൈവിധ്യമുള്ളതാക്കാൻ അൽഗോരിതത്തെ പ്രേരിപ്പിക്കും. ഈ വ്യക്തിപരമായ മാറ്റങ്ങൾക്കൊപ്പം വ്യവസ്ഥാപരമായ മാറ്റങ്ങളും ആവശ്യമല്ലേ? വളരെ ആവശ്യമാണ്. അൽഗോരിതങ്ങളുടെ പ്രവർത്തനത്തിൽ സുതാര്യത ഉറപ്പാക്കാൻ സർക്കാരുകൾ നിയമനിർമ്മാണം നടത്തണം. ഒരു പോസ്റ്റ് എന്തുകൊണ്ട് വൈറലാകുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ചില വാർത്തകൾ തഴയപ്പെടുന്നു എന്നതിനെക്കുറിച്ച് ടെക് കമ്പനികൾക്ക് വ്യക്തമായ ഒരു ഉത്തരം നൽകേണ്ടി വരണം. അതെ, അവരുടെ അൽഗോരിതത്തിന്റെ രഹസ്യങ്ങൾ പൂർണ്ണമായി വെളിപ്പെടുത്തിയില്ലെങ്കിലും അതിന്റെ പ്രവർത്തനം സമൂഹത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് അവർക്കൊരു സാമൂഹിക ഉത്തരവാദിത്വമുണ്ടാകണം. ലാഭത്തിനപ്പുറം ഒരു സാമൂഹിക ഉത്തരവാദിത്തം. തീർച്ചയായും. അവരുടെ പ്ലാറ്റ്ഫോമുകൾ സമൂഹത്തിൽ ധ്രുവീകരണമുണ്ടാക്കാനും വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കാനും ഉപയോഗിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞുമാറാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഇതാണ്: സോഷ്യൽ മീഡിയ അൽഗോരിതങ്ങൾ നമ്മുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്ന ശക്തമായ ഉപകരണങ്ങളാണ്. അതെ, അവ നല്ലതിനും ചീത്തയ്ക്കും ഉപയോഗിക്കാം. വിവരങ്ങൾ കണ്ണടച്ചു വിശ്വസിക്കുന്നതിന് പകരം ചോദ്യം ചെയ്യാനും അന്വേഷിക്കാനുമുള്ള ഒരു മനോഭാവം, ഒരുതരം സംശയാത്മകത നമ്മൾ ഓരോരുത്തരും വളർത്തിയെടുക്കേണ്ടതുണ്ട്. ഈ ചർച്ചയുടെ കാതൽ ഇതാണ്: സത്യത്തെ മറച്ചുവെക്കുന്ന ഒരു കർട്ടനായി മാറാൻ നാം അൽഗോരിതങ്ങളെ അനുവദിക്കരുത്. ഒരു ചെറിയ വിഭാഗം അവരുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കായി ഈ ഡിജിറ്റൽ ലോകത്തെ ഉപയോഗിക്കുമ്പോൾ ജാഗ്രതയുള്ള ഒരു ജനതയ്ക്ക് മാത്രമേ യഥാർത്ഥ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ കഴിയൂ. സത്യം കണ്ടെത്താനുള്ള ആഗ്രഹം നമ്മളിലെപ്പോഴും സജീവമായി നിലനിൽക്കണം. അതെ, സാങ്കേതികവിദ്യ നമ്മളെ നിയന്ത്രിക്കുന്നതിന് പകരം നമ്മൾ സാങ്കേതികവിദ്യയെ നിയന്ത്രിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകണം. ഈ സംഭാഷണം അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാനായി ഒരു ചോദ്യം തരുന്നു. അടുത്ത തവണ നിങ്ങൾ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ ഒരു നിമിഷം ആലോചിക്കുക. നിങ്ങളിപ്പോൾ കാണുന്ന ഈ വാർത്തകൾ നിങ്ങൾ തെരഞ്ഞെടുത്തതാണോ, അതോ നിങ്ങൾക്കായി തെരഞ്ഞെടുക്കപ്പെട്ടവയാണോ? നിങ്ങളുടെ ചിന്തകളെ രൂപപ്പെടുത്തുന്ന ആ അദൃശ്യ ശക്തിയെക്കുറിച്ച് നിങ്ങൾ എത്രത്തോളം ബോധവാനാണ്?